എല്ലാവിധ നാഷണൽ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ സ്പെക്ടക്കിൾ ഫ്രെയിമുകളും ഒഫ്താൽമെറ്റ് ലെൻസുകളും പ്രമുഖ ബ്രാൻഡുകളുടെ കോൺടാക്ട് ലെൻസുകളും കൃത്യതയോടെ ഡിസ്പെൻസ് ചെയ്യുന്നു. കാഴ്ചയുടെ പൊരുളറിഞ്ഞ പാരമ്പര്യം. കുന്നിക്കൽ ഒപ്റ്റിക്കൽസ്, എരമല്ലൂർ. കാലടിയിൽ ബസ് ടെർമിനൽ കം ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ നിർമ്മാണത്തിന് തുടക്കം കുറിച്ചു. കാലടിയിലെ ജനങ്ങളുടെ ചിരകാലാഭിലാഷമായ ബസ് ടെർമിനൽ കം ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണത്തിന് തുടക്കം കുറിക്കുന്നതായി പഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ജൻ തോട്ടപ്പള്ളി പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ജനങ്ങളുടെ ചിരകാല അഭിലാഷമായ ബസ് ടെർമിനൽ കം ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ്. വായ്പ എടുത്ത് നടപ്പിലാക്കുന്ന പദ്ധതിക്ക് സർക്കാർ ഏജൻസികളിൽ നിന്നും താൽപര്യപത്രം ക്ഷണിച്ച് കരാർ ഉറപ്പിച്ചു കഴിഞ്ഞു. കളമശ്ശേരി AK കൺസ്ട്രക്ഷൻസ് ആണ് കരാർ ഏറ്റെടുത്തിട്ടുള്ളത്. 12.5 കോടി രൂപയുടെ പദ്ധതി 2 ഘട്ടങ്ങളിലായിട്ടാണ് പൂർത്തിയാക്കുക. ആദ്യഘട്ടമെന്ന നിലയിൽ 6 കോടി രൂപയുടെ പദ്ധതിക്ക് സാങ്കേതിക അനുമതി ലഭ്യമാക്കിയ ശേഷമാണ് ടെൻഡർ നടപടികളിലേക്ക് കടന്നിട്ടുള്ളത്. MC റോഡിൽ നിന്നും 6 മീറ്റർ വലിച്ചിട്ടാണ് കെട്ടിടം പണിയുക. 16 മീറ്റർ വീതിയും 80 മീറ്റർ നീളവുമുള്ള കെട്ടിടത്തിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ 29 കടമുറികൾ ഉണ്ടാകും. തിങ്കളാഴ്ച മുതൽ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. വായ്പയെടുത്ത് നടപ്പിലാക്കുന്ന പദ്ധതിക്ക് സർക്കാർ ഏജൻസികളിൽ നിന്നും താൽപര്യപത്രം ക്ഷണിച്ച് കരാർ ഉറപ്പിച്ചു. കളമശ്ശേരി AK കൺസ്ട്രക്ഷൻസ് ആണ് കരാർ ഏറ്റെടുത്തിട്ടുള്ളത്. 12.5 കോടി രൂപയുടെ പദ്ധതി 2 ഘട്ടങ്ങളിലായാണ് പൂർത്തിയാക്കുക. ആദ്യഘട്ടം എന്ന നിലയിൽ 6 കോടി രൂപയുടെ പദ്ധതിക്ക് സാങ്കേതിക അനുമതി ലഭ്യമാക്കിയ ശേഷമാണ് ടെൻഡർ നടപടികളിലേക്ക് കടന്നത്. MC റോഡിൽ നിന്നും 6 മീറ്റർ വലിച്ചിട്ടാണ് കെട്ടിടം പണിയുക. 16 മീറ്റർ വീതിയും 80 മീറ്റർ നീളവുമുള്ള കെട്ടിടത്തിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ 29 കടമുറികളാണ് ഉണ്ടാവുക. റോഡിനും സ്റ്റാൻഡിനും അഭിമുഖമായാണ് കടമുറികൾ നിർമ്മിക്കുക. കെട്ടിടത്തിന്റെ ബേസ്മെന്റ് വടക്കേറ്റത്തും പാർക്കിംഗ് സൗകര്യം ഒരുക്കും. 1-ാം നിലയിലും കടമുറികളിലും 2-ാം നിലയിൽ ഹാളും മറ്റുമാണ് പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത്. നിലവിൽ താൽക്കാലിക സ്റ്റാളുകൾ ഉണ്ടായിരുന്ന സ്ഥലത്താണ് ബസ് സ്റ്റാൻഡ് ഒരുക്കുക. 20 മീറ്റർ വീതിയിലും 80 മീറ്ററിലധികം നീളത്തിലുമായിരിക്കും ആധുനിക രീതിയിലുള്ള ബസ് സ്റ്റാൻഡ്. ബസ് ടെർമിനൽ കം ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണം ആരംഭിക്കുന്നതോടെ നിലവിലുള്ള സ്റ്റാൻഡ് താൽക്കാലികമായി മാറ്റി പ്രവർത്തിപ്പിക്കേണ്ടി വരും. ഇത് സംബന്ധിച്ച് ബസ് ഉടമ സംഘടനകളും പോലീസ് മോട്ടോർ വാഹന വകുപ്പ് അധികൃതരുമായി പല യോഗങ്ങളും ചർച്ചകളും നടത്തിക്കഴിഞ്ഞു. നിരവധി ആശയങ്ങൾ ചർച്ച ചെയ്ത ശേഷം നിലവിൽ പ്രവർത്തനക്ഷമമല്ലാത്ത പഞ്ചായത്തിന്റെ പൊതുമാർക്കറ്റിന്റെ ഗ്രൗണ്ട് ഇതിനായി ഒരുക്കുവാൻ തീരുമാനിച്ചു. വൈസ് പ്രസിഡന്റ് ഷാനിദ നൌഷ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ശാന്ത ചാക്കോ, ഷിജി വർഗീസ്, സിജു കല്ലുങ്ങൽ, അംഗങ്ങളായ MP ആന്റണി, അംബിക ബാലകൃഷ്ണൻ, ശാന്ത ബിനു, ബിനോയ് കൂരൻ, ഷിജ സെബാസ്റ്റ്യൻ, അമ്പിളി ശ്രീകുമാർ, KT എൽദോസ്, PB സജീവ് എന്നിവരും പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. ബസ് ടെർമിനൽ കം ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണം ആരംഭിക്കുന്നതോടെ നിലവിലുള്ള ബസ് സ്റ്റാൻഡിന്റെ പ്രവർത്തനം താൽക്കാലികമായി മാറ്റി പ്രവർത്തിപ്പിക്കേണ്ടി വരും. ഇത് സംബന്ധിച്ച് ബസ് ഉടമകളും പോലീസ്, മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ എന്നിവരുമായി നടത്തിയ പല ചർച്ചകളും പൂർത്തിയാക്കി. അവസാനമായി ഇന്നലെ നടന്ന ചർച്ചയിൽ ബസ് സ്റ്റാൻഡ് മാറ്റി പ്രവർത്തിപ്പിക്കുന്നതിന് ഏകദേശം ധാരണയായിട്ടുണ്ട്. ഇതിനായി പഞ്ചായത്തിന്റെ പ്രവർത്തിക്കാതെ കിടക്കുന്ന മാർക്കറ്റ്, പഞ്ചായത്തിന്റെ ഇടതുവശത്തുള്ള പ്രവർത്തിക്കാതെ കിടക്കുന്ന മാർക്കറ്റിന്റെ ഗ്രൗണ്ട് താൽക്കാലികമായി ബസ് സ്റ്റാൻഡിനായി വിട്ടുകൊടുക്കും. ന്യൂസ് ബ്യൂറോ, കാലടി.